ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ വ്യക്തി നടപ്പിലാക്കുവാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണോ? ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് ഏതൊരു എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡ് ട്രാൻസ്ഫോർമേഷൻ കാർഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു മാറ്റത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോലും മര്യാദക്ക് സ്വസ്ഥത കിട്ടാത്ത ഒരു സാഹചര്യമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണമെന്നും ഈ പ്രണയബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി നശിപ്പിച്ചെടുക്കുവാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുങ്ങുകയാണ്. അത് എന്ത് വില കൊടുത്തും എന്ത് കഷ്ടപ്പാടെടുത്തും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മൗനവ്രതത്തിലാണെങ്കിൽ, അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും നേരാവണ്ണം മര്യാദക്ക് സംസാരിക്കുന്നത് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഒരു പടി ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് 3 ഓഫ് കീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം, നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ കുറച്ചധികം മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ സാമ്പത്തികത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ വരുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെയോ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. അതായത് മറ്റുള്ളവർ എതിർക്കുന്നതായിട്ടുള്ള, മറ്റുള്ളവർ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധത്തിന്, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ കുറച്ചധികം തടസ്സങ്ങൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ എതിർപ്പുകളുമായിട്ട് വരും, പറ്റില്ല എന്ന് പറയും, കല്യാണത്തോട് എതിർക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ റിലീജിയൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരാൾ ഹിന്ദു ആണ്, മറ്റൊരാൾ ക്രിസ്ത്യൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ എക്സാമ്പിൾ പറയാണ്.
അപ്പോൾ നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകും. നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല, സ്നേഹമാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കിടയിൽ അതൊരു പ്രശ്നമായിരിക്കാം, അതൊരു തടസ്സമായിരിക്കാം, മറ്റുള്ളവർ എതിർപ്പുകൾ പറയുന്ന രീതിയിലുള്ള ഒരു കാരണം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോരാടി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് പേടിയായിരുന്നു. കാരണം നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും എന്നുള്ള പേടിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് അത്തരം പേടികളൊന്നും തന്നെയില്ല. വളരെ തൻ്റെടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ അതിനെല്ലാം തരണം ചെയ്തിരിക്കും എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു മനഃശക്തിയോട് കൂടിയുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഓക്കെ, എന്തിനും ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ദൈവസംബന്ധമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കാം. അതായത് ഡിവൈൻ ആയിട്ടുള്ള പ്രോഫറ്റിക് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോ മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യം, സപ്പോസ് നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഇന്ന ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം നടക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു പള്ളിയിൽ വെച്ചിട്ട് വിവാഹം നടക്കണം എന്നായിരിക്കാം. അപ്പോൾ അത് സ്വപ്നം കാണുക. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കുന്നതും സന്തോഷപൂർവമായിട്ട് നിൽക്കുന്നതും സ്വപ്നം കാണുക. അത് പ്രപഞ്ചശക്തി അത്തരം സ്വപ്നങ്ങൾ കാണിക്കുകയാണത്. അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് കാണുകയല്ല, നാച്ചുറലി അത് മനസ്സിൽ വരികയാണ്. അതിപ്പോ നമ്മൾക്ക് എന്താ പറയുക, ഒരു പ്രവചനം പോലെയൊക്കെ വരിക എന്ന് പറയില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നം കാണില്ല. അത് ഇൻഡ്യൂഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സ്വപ്നം കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ അത്തരം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പൊ അതും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദൈവങ്ങളുടെ, ഇപ്പൊ നിങ്ങൾ ഉപാസിക്കുന്ന, ഇപ്പോൾ കൃഷ്ണ ഭക്തരാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ എന്താ പറയാ സ്വപ്നത്തിൽ വരുന്നതായിട്ടും നിങ്ങളോട് വിഷമിക്കണ്ട എന്ന് പറയുന്നതായിട്ടും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ പോകുന്നതായിട്ട് സ്വപ്നം കാണുക എന്നിങ്ങനെയുള്ള ഡിവൈൻ ഡ്രീംസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് തുല്യമായിട്ടുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. കാരണം ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കൂടെ കൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽ നമ്പർ 777, അതുപോലെ 222 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അതായത് 222, 555, 777 ഇത്തരം ഏഞ്ചൽ നമ്പേഴ്സും നിങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാകാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ഇത്തരം ഏഞ്ചൽ നമ്പേഴ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഓൾസോ ഇതൊരു റിപ്പീറ്റഡ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഇതിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പാപങ്ങളോ നിങ്ങളുടെ ദോഷങ്ങളോ നിങ്ങളുടെ കഷ്ടകാലമോ ആയിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ കഷ്ടകാലത്തായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കഷ്ടകാലത്തായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടുന്നത്. സോ ഇതൊരു കർമ്മസമ്മതമായിട്ടുള്ള ബന്ധമാണ്. കർമ്മസമ്മതമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പറയില്ലേ, ഇങ്ങനെയൊക്കെ നടക്കേണ്ടത് അതൊരു വിധിയായിരുന്നു, അല്ലെങ്കിൽ അതൊരു കർമ്മമായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കണം എന്ന് പോലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നെത്തി, നിങ്ങൾ എങ്ങനെയൊക്കെയോ ഈ റിലേഷൻഷിപ്പിൽ വന്നെത്തി ഈ പേഴ്സണെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇതൊരു കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങളുടെ മുജ്ജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിട്ടുണ്ടാകണം. ഒരുപക്ഷെ ആ പ്രണയം സാഫല്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതായത് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അപ്പൊ അതിൻ്റെ ഒരു ഫലമായിട്ട്, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടായിരിക്കാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേര് പോലും അറിയാതെ ഈ ഒരു
പ്രണയബന്ധത്തിൽ വന്ന് വീണിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതും സന്തോഷിക്കാൻ പറ്റുന്നതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണ്. കാരണം വേറെ എന്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ പേഴ്സണ് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണ്. അതൊക്കെ ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ആയിരിക്കാം, വഴക്കിട്ടിരിക്കുകയായിരിക്കാം. സോ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങൾ, അതായത് എനിക്ക് അത്ര സേഫ് അല്ല അല്ലെങ്കിൽ എനിക്ക് അത്ര പോസിറ്റീവ് അല്ല എന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ വീടായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥലമായിരിക്കാം, ജോലി സ്ഥലമായിരിക്കാം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിരിക്കാം. എന്താണെന്നറിയില്ല, ഈ പേഴ്സൺ അത്ര കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ പോസിറ്റീവ് അല്ല എന്ന് തോന്നിക്കുന്ന ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സന്റെ വീട്ടുകാരുടെ കൂടെ തന്നെ ആയിരിക്കാം. വീട്ടുകാർ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ടാകാം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. സോ എനിക്കിത് കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ക്ലാരിറ്റിയാണ്. കാരണം ഇവിടെ ഈ പേഴ്സണ് വ്യക്തമായിട്ടുള്ള ചില പദ്ധതികൾ, ചില പ്ലാനിങ് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു. ചില വ്യക്തമായിട്ടുള്ള പദ്ധതികൾ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ അവിടെ തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. പക്ഷേ അവിടെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ മോശമാണ്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫേക്കാണ്, നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ മറ്റാരൊക്കെയോ ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് കയറി വരും. അപ്പൊ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ ആ സമയത്തായിരിക്കും ഇത്തരം തെറ്റിദ്ധാരണകളായിട്ട് മറ്റുള്ളവർ വരുന്നത്. അപ്പൊ അവര് വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റും. നമ്മുടെ പ്ലാനിങ്, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ മൊത്തത്തിൽ മാറും, മൊത്തത്തിൽ തകിടം മറിയും. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാല് ആരൊക്കെയോ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ദോഷവശങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാൻ വരെ തയ്യാറായി നിന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കി. ഈ ഒരു സിറ്റുവേഷന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ്, അതായത് പുരുഷന്റെ എനർജിയാണ് ഇവിടെ അമിതമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു പുരുഷനെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ എനർജിയാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പല മാറ്റങ്ങളും, കാരണം മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ അതൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇമോഷണൽ അല്ല. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ ഇമോഷണൽ ആണ്. മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഈ വ്യക്തി കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള കല്യാണം ഇരിക്കും, ചിലപ്പോൾ അത് മാറ്റി വെച്ചേക്കണേയിരിക്കും തടസ്സങ്ങൾ കാരണം. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ഒരു വിവാഹത്തിലോട്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് അതിശയിപ്പിക്കുന്ന തീരുമാനങ്ങളും ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, കാര്യങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ പലതും നമുക്ക് ഈ കാർഡ്സിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി പലതും ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. അപ്പൊ അതെല്ലാം വെളിപ്പെടട്ടെ, നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.